ആനക്കൂട്ടം പുഴ ക്രോസ് ചെയ്യുന്ന ഒരു റയർ സീൻ കാണിച്ചു തരാം കേട്ടോ. തേക്കടിയിലാണ്, പുഴയല്ല, നമ്മുടെ തേക്കടിയിലെ തടാകമാണ്. അവിടെ ഇവന്മാരിപ്പോൾ ഇറങ്ങി നീന്തും കേട്ടോ. അപ്പുറത്തേക്കുന്ന ആ പോത്തിൻ്റെ സൈസ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ആനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ നമുക്ക് സാധാരണക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ആനക്കൂട്ടത്തെ കാഴ്ച കിട്ടുന്നത് നമ്മുടെ കേരളത്തിലെ കാട്ടിലൊക്കെ കുറച്ച് റയർ ആണല്ലേ, വലിയൊരു കൂട്ടം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ ആ ക്രോസ് ചെയ്യുന്ന രീതി നമുക്കൊന്ന് കണ്ടുപിടിക്കാനുള്ളതുണ്ട്. ഒരു പാർട്ടി വെള്ളമൊക്കെ കുടിച്ച് പയ്യെ ഇറങ്ങി അവൻ തിരിഞ്ഞ് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാർ ഇറങ്ങുന്നത് കേട്ടോ. അത് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമാണ്. പോത്തിനിടയ്ക്ക് ഒരുത്തും തോണാനൊക്കെ പോകുന്നുണ്ട് കണ്ടോ. തേക്കടിയിലാണ് കേട്ടോ ലൊക്കേഷൻ. തേക്കടി ബോട്ടിംഗ് ഇല്ലേ, ആ ലാൻഡിങ്ങിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് കണ്ടതാ. നോക്കിയാൽ എങ്ങനെയുണ്ട് സെറ്റപ്പ് എന്ന്. ഈ ഡിസ്കവറി ചാനലിലൊക്കെ ആഫ്രിക്കയിൽ മാസായി മാറ റിവർ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മൈഗ്രേഷൻ്റെ ഒക്കെ വീഡിയോക്കകത്താണ് ഇങ്ങനെ വലിയൊരു മൃഗങ്ങളുടെ കൂട്ടം വന്നിട്ട് പുഴയോരത്തു നിന്ന് മറ്റൊരു കരയിലോട്ട് കയറി പോകണമൊക്കെ കാണുന്നത്. അങ്ങനെ ഒരു വിഷ്വൽ നമ്മുടെ നാട്ടിലും കാണാൻ പറ്റും, ഇവിടെ തേക്കടിയിൽ കാണാൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ സൈറ്റ് ചെയ്യുന്നത് കേട്ടോ. മാറ്റാനൊക്കെ കൊമ്പൻ മുമ്പിൽ പോകുന്നറിയാം, വഴികാട്ടി കണ്ട അവൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ടോ അല്ലേ? ആ വഴികാട്ടിയാ മുമ്പിൽ പോകണം. പിള്ളേരുടെ തുമ്പിക്കൈയാണ് കാണുന്നത്. ഓരോരുത്തരും പുറകെ പിടിച്ചു പിടിച്ചാ പോണല്ലേ. ആ മലയ്ക്ക് അപ്പുറത്ത് പോയി കയറുന്നല്ലേ. അപ്പുറത്തോട്ട് കിടക്കുക ക്രോസ് ചെയ്ത് നമ്മുടെ ഈ റൂട്ടും പോകുന്നതാണ്. ക്രോസിങ് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലേ പോകുന്നത്. ആനക്കൂട്ടം അങ്ങ് പോയി ഈ പോത്തും കിടക്കുന്ന വിചാരിച്ചു കേട്ടോ. കഴിഞ്ഞ ആഴ്ച തേക്കടി പോയ ആൾക്കാർക്ക് കിട്ടിയൊരു ഗോൾഡൻ സൈറ്റ് ആയിരുന്നു കേട്ടോ ഇത്. നമ്മളിത് കരയിൽ നിന്നാണ് കണ്ടത്. ബോട്ടിങ്ങിന് പോയി ലാസ്റ്റ് ഈവനിങ് തിരിച്ച് വന്നപ്പോഴാണ് ഇത്രയധികം മൃഗങ്ങൾ ബോട്ടിങ് ലാൻഡിങ്ങിനോട് ചേർന്ന് തന്നെ കാണാൻ പറ്റിയത്. എന്തായാലും കരയിൽ നിന്നിട്ട് നമുക്കിങ്ങനെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി. മ്ലാവ് ഒരുപാടുണ്ടായിരുന്നു, അവരും ക്രോസ് ചെയ്ത് നോക്കി നിൽക്കുമായിരുന്നു നമ്മൾ. പക്ഷേ അവന്മാർ ബുദ്ധിമാന്മാർ, ഇതിൻ്റെ ഇടയ്ക്ക് ചാലുണ്ട്, ആഴമില്ലാത്ത സൈഡ് നോക്കി പുള്ളിക്കാരന്മാർ നടന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്തേ. അങ്ങനെ തേക്കടിയിൽ ബോട്ടിംഗ് ഒക്കെ എടുത്ത് പോയാലും റെയറായിട്ടാണ് ഇത്രയധികം മൃഗങ്ങൾ ഒന്നിച്ച് നമുക്ക് കാണാൻ പറ്റാറ് ചില സമയങ്ങളിൽ. അപ്പോൾ അതിൽ നമുക്ക് ലക്കുണ്ട്. ആ ഭാഗ്യം നേരെ നിങ്ങളോട് എടുത്ത് എത്തിച്ചേക്കുക. വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കണ്ടോ, കാണാത്തവർക്ക് അയച്ചു കൊടുത്തോ. വീണ്ടും കാണാം. ടാറ്റ.